കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? നീണ്ട 23 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അച്ഛാ എനിക്ക് തമ്പുരാൻ ഒരു കുഞ്ഞിനെ നൽകിയത്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നമ്മ എന്തിനാ പള്ളി പോകാതിരുന്നിട്ട് നമുക്ക് പോവാന്നേ, കർത്താവിന് നാണം പറ്റേന്നു. ഞങ്ങളുടെ സ്നേഹത്തോടു കൂടിയ ശാഠ്യത്തിന്റെ മുമ്പിൽ കർത്താവ് ഞങ്ങൾക്ക് മുമ്പിൽ തോറ്റു തന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് അച്ഛോ ഞങ്ങളുടെ കടിഞ്ഞൂൽ പുത്രൻ. ഒന്ന് ആലോചിച്ചു. 35 വയസ്സിൽ തട്ടിപ്പോയ തുറസുണ്യാളിനോട് 70 വയസ്സുള്ളവൻ ചെറിയൊരു നെഞ്ചുവേനുണ്ട്, ആശുപത്രി പോയണം, ഒന്നും വരുത്താതെ നോക്കിക്കണേ എന്ന് പറഞ്ഞിട്ട് പോവാണ്. എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ദേഷ്യപ്പെടുക. അപ്പൊ തന്നെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എൻ്റെ സ്വഭാവം ഇതാണ്, എൻ്റെ സ്വഭാവം ശരിക്കും നിന്റെ സ്വഭാവമല്ല, അപ്പൊ നീ ദേഷ്യപ്പെടും എന്നൊന്ന് പറഞ്ഞു നോക്കിയാൽ കർത്താവ് അപ്പൊ തന്നെ ഒരു അടി നമ്മുടെ ഉള്ളിൽ തരും. അതുകൊണ്ട് കാഴ്ച സമർപ്പണത്തിന്റെ സമയത്ത് നമ്മളുടെ സ്വസ്ഥമായി വിശ്രമിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം പതുക്കൊന്ന് എഴുന്നേറ്റിട്ട് നമ്മളെ നോക്കും. ഇവൻ പാപങ്ങളും പാപകാരണങ്ങളും ഒക്കെ എൻ്റെ മകന് കൊടുക്കണുണ്ട, അല്ലെങ്കിൽ പിന്നെ കൊണ്ടുപോകാൻ നേരത്തെ അതേ ഭാരം തന്നെ ഇരിക്കും. 2020 നടത്തറ ഭാഗത്തുള്ള തിരുഹൃദയ ദേവാലയത്തിൽ ജനുവരി 5-ാം തീയതി ഒരു മാമോദീസ നടക്കേണ്ട. ആ മാമോദീസയിൽ പങ്കെടുക്കാൻ എനിക്കൊരു ക്ഷണക്കത്ത് കിട്ടി. എനിക്ക് പരിചയമുണ്ടായിട്ടല്ല, ഞാനൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മാമോദീസ വിളിക്കാൻ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എനിക്കും ഒരു ക്ഷണക്കത്ത്. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ പേരക്കുട്ടിയുടെ ആണോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല ചാ, എൻ്റെ കുട്ടിയുടെയാണ്. ചേട്ടനെ കണ്ടപ്പോൾ ഒരുമാതിരി പ്രായം തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, ചേട്ടാ എത്രാമത്തെയാണ്? ആദ്യത്തെയാണ് അച്ഛാ. കണക്കുകൾ അങ്ങോട്ട് ചേരണേ. അപ്പം ഞാൻ ചേട്ടനെ ഇങ്ങനെ കുറച്ചു നേരം നോക്കുന്നു. ഇനിയിപ്പോൾ നോട്ടത്തിൽ പ്രായമുള്ളതാണോ ശരിക്കും പ്രായമുണ്ടോ? ഞാൻ ചേട്ടനോട് വീണ്ടും ചോദിച്ചു, ചേട്ടാ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? വെച്ചാൽ 1997 ഒക്ടോബർ മാസം 25-ാം തീയതി കല്യാണം കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ എണ്ണണ്ട അച്ഛാ, 23 വർഷം. നീണ്ട 23 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അച്ഛാ എനിക്ക് തമ്പുരാൻ ഒരു കുഞ്ഞിനെ നൽകിയത്. എന്നിട്ട് ഈ 23 വർഷത്തെ കാത്തിരിപ്പ് വെറും 1 മിനിറ്റ് കൊണ്ട് ഈ ചേട്ടൻ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. പറഞ്ഞിങ്ങനെയാണ്, ആദ്യത്തെ വർഷം കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞങ്ങൾ സന്തോഷത്തോടെ പോയി. 2ാമത്തെ വർഷം നാട്ടുകാരെ ചോദിക്കാൻ തുടങ്ങി, കൊച്ചുങ്ങളൊന്നും ആയില്ലേ. അപ്പോഴും നമുക്ക് വിഷയമില്ല. 3ാമത്തെ വർഷം വീട്ടുകാർ ചോദിക്കാൻ തുടങ്ങി. കുഴപ്പമായി. ഞങ്ങളങ്ങനെ ആശുപത്രി പോയി. ഇപ്പം അങ്ങനെ രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ കർത്താവ് കൊച്ചിനെ തന്നെ. അങ്ങനെ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, ഞാൻ വന്നില്ല ചേട്ടാ ഇനി പള്ളിയിൽ വന്നു, എന്ത് കാര്യത്തിനാണ് വന്നിട്ട്. ഇപ്പം ചേട്ടൻ പറഞ്ഞു, ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു, നമുക്ക് എന്തിനാണ് ഇനി പള്ളിയിൽ പോയിട്ട്. അങ്ങനെ അവർ പള്ളിയിൽ പോക്ക് നിർത്തി. അധികമൊന്നും നിർത്തിയില്ല, കുറച്ച് നാൾ പോകാതിരുന്നു. പക്ഷെ ഒരു സുഖമില്ല. അപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നമ്മ എന്തിനാ പള്ളിയിൽ പോകാതിരുന്നിട്ട് നമുക്ക് പോകാന്നേ, കർത്താവിന് നാണം വരട്ടേന്ന്. പ്രിയമുള്ളവരെ ഉപയോഗിച്ച് വാക്ക് തോന്നണം, കർത്താവിന് നാണം വരട്ടെ. നമുക്ക് ഇത്രയും നാൾ പള്ളിയുടെ പിന്നിലാണെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം. പ്രിയമുള്ളവരെ, ഈ അപ്പം പറയുന്നുണ്ട്, അച്ഛാ അത്രയും നാൾ ഞങ്ങൾ എത്രയാണോ പ്രാർത്ഥിച്ചിരുന്നത് അതിനേക്കാളും ഇരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവാലയത്തിലേക്കുള്ള പോക്കിൻ്റെ സമയം കൂട്ടി, കുമ്പസാരത്തിൻ്റെ കാലയളവിൻ്റെ ദൈർഘ്യം കുറച്ചു. എല്ലാ മാസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരാധനകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ സമയം ചെലവഴിച്ചു. വീട്ടിലുള്ള പ്രാർത്ഥനയ്ക്ക് സമയം കൂട്ടി, ജപമാലയുടെ എണ്ണം കൂട്ടി, കരുണക്കൊന്തയുടെ എണ്ണം കൂട്ടി. അങ്ങനെ കർത്താവ് ഞങ്ങളെ തോൽപ്പിക്കാൻ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഞങ്ങൾ തോക്കത്തില്ല എന്ന് ദൃഢനിശ്ചയത്തോടുകൂടെ കർത്താവിൻ്റെ മുമ്പിൽ നെഞ്ചും വിരിച്ചു നിന്നു. അങ്ങനെ ഞങ്ങളുടെ സ്നേഹത്തോടു കൂടിയ ശാഠ്യത്തിൻ്റെ മുമ്പിൽ കർത്താവ് ഞങ്ങൾക്ക് മുമ്പിൽ തോറ്റു തന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണച്ചോ ആന്റണി എന്ന പേരോടുകൂടെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് നടക്കുന്ന അലൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കടിഞ്ഞൂൽ പുത്രൻ. പ്രിയമുള്ളവരെ, അത് ഈ അപ്പം പറയുമ്പോൾ അപ്പൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ ഒരു തിളക്കം കാണും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ തോൽപ്പിക്കാൻ പരിശ്രമിക്കും. തോൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തീരുമാനിക്കുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ. കർത്താവെ, നീ എന്തോരം വേണമെങ്കിലും പരിശ്രമിച്ചോ, പക്ഷെ ഞാൻ തോക്കത്തില്ല. നിനക്കിപ്പോൾ ഒരു കുച്ചിനെ തരാനായിട്ട് പറ്റില്ല, വേണ്ടെന്ന്. പക്ഷെ ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും. അങ്ങനെ വാശിയോടുകൂടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമ്മളിങ്ങനെ താല്പര്യപ്പെടുമ്പോൾ കർത്താവ് നമ്മളുടെ സ്നേഹത്തിൻ്റെ വാശിയുടെ മുമ്പിൽ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ശാഠ്യത്തിൻ്റെ മുമ്പിൽ തോറ്റു തരുമെന്ന്. കർത്താവിന് തോക്കാൻ ഇഷ്ടം. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ പലപ്പോഴും കാണിക്കാറുണ്ട് ചെറിയ ചെറിയ തമാശകൾ. കുട്ടികളോട് പറയും, എടാ ലഡു വേണം, ഒരു 4 ലഡു വരാമെന്ന്. അപ്പോൾ ഉമ്മ തരാതെ അവൻ പോകാൻ, എനിക്ക് ലഡു വേണ്ടാന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ലഡു പിടിച്ചിരിക്കുന്ന അപ്പന് ഒരു സങ്കടം ഉണ്ടാകും. പ്രിയമുള്ളവരെ, അത് തന്നെ നമ്മളുടെ പിതാവായ ദൈവം നമ്മോട് കാണിക്കും. കൊച്ചു കൊച്ചു തമാശകൾ അവൻ കാണിക്കും. വേറെ ഒന്നുമല്ല,
ഒരു ഉമ്മ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ആലിംഗനം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു സ്പർശനം ആസ്വദിക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പല രീതിയിലുള്ള പ്രാർത്ഥനകൾ. അതുകൊണ്ട് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് പോലെ നമ്മുടെ സാന്നിധ്യം കർത്താവിൻ്റെ കൂടെ ഉണ്ടാകണമെന്നൊന്ന് ശാഠ്യം പിടിച്ചു നോക്കുക. അത് തീർച്ചയായും വളരെ സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങോട്ട് പോവാം. ഉദാഹരണത്തിന് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വരും, ഔസേപ്പിതാവ് ഉണ്ടാവും. അങ്ങനെ അവരുടെയൊക്കെ മുമ്പിൽ വന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പറയാനുണ്ടോ എന്ന് നമ്മൾ കേൾക്കാറില്ല, അല്ലേ? നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകുമെന്നുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട വിശുദ്ധൻ്റെ ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധൻ? കാര്യങ്ങൾ നടക്കണമെങ്കിൽ എവിടെ പോകണം? പറഞ്ഞോ? അന്തോണിസ്ലാണ്. മാതാവ് കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിക്കാനും തിരികെത്തിക്കാനൊക്കെ ഓക്കെ. ഔസേപ്പിതാവ് വെറുതെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഗുണവുമില്ല. അച്ഛാ, അന്നും വേണ്ടിയിട്ടില്ല പുള്ളി, ഇന്നും വേണ്ടിയിട്ടില്ല. പിന്നെ അന്തോണിസ് ഉണ്ണിയാളുണ്ട്, ഞങ്ങൾ പിടിച്ചു പോവാം. പ്രിയമുള്ളവരെ, ഞാൻ തിരുഹൃദയത്തിൻ്റെ പള്ളിയിലാണ് സേവനം ചെയ്യുന്നത്. അവിടെ അന്തോണിസ് ഉണ്ണിയാളുടെ നോവേനയുണ്ട്. ചില സമയത്തൊക്കെ 70 വയസ്സ് പ്രായമുള്ള ഈ അമ്മ ഒക്കെ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാണും. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളിൽ ചിന്തിക്കും, ഈ അപ്പം പ്രാർത്ഥിക്കുന്നത് വേറെ ഒന്നുമല്ല, അച്ഛൻ അന്തോണിസ് ഉണ്ണിയാളാണ്, നെഞ്ചുവേനയുണ്ട്, എൻ്റെ നെഞ്ചുവേന മാറ്റി തന്നേക്കും. എന്നിട്ട് ആ അപ്പച്ചൻ തിരിച്ചു പോവാ, അന്തോണിസ് ഉണ്ണിയാൾ മാറ്റുന്നില്ല. അപ്പോൾ അന്തോണിസ് ഉണ്ണിയാളൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അന്തോണിസ് ഉണ്ണിയാൾ മരിച്ചത്? എത്രാം വയസ്സിലാണ് അറിയാമോ? 35-ാം വയസ്സിൽ തട്ടിപ്പോയവനാണ് അന്തോണിസ് ഉണ്ണിയാൾ. ആ അന്തോണിസ് ഉണ്ണിയാളുടെ മുമ്പിൽ 70 വയസ്സുള്ളവൻ പ്രാർത്ഥിക്കണം, എന്താണ് ചെറിയൊരു നെഞ്ചുവേനുണ്ട്, കാത്തേക്കണേന്ന്. അപ്പോൾ അന്തോണിസ് ഉണ്ണിയാൾ പറഞ്ഞ, എൻ്റെ പൊന്നു ചേട്ടാ, 35-ാമത്തെ വയസ്സിൽ ഞാൻ തട്ടിപ്പോയത്, എനിക്ക് നാണാവില്ല നിനക്ക് എന്നോട് പ്രാർത്ഥിക്കും. ഒന്ന് ആലോചിച്ചു നോക്കെ, 35 വയസ്സിൽ തട്ടിപ്പോയ അന്തോണിസ് ഉണ്ണിയാളിനോട് 70 വയസ്സുള്ളവൻ ചെറിയൊരു നെഞ്ചുവേനുണ്ട്, ആശുപത്രിയിൽ പോയണം, ഒന്നും വരുത്താതെ നോക്കിക്കണേ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അവിടെ നിൽക്കണം. അപ്പം അന്തോണിസ് ഉണ്ണിയാളൻ പറയാം, എൻ്റെ പൊന്നു ചേട്ടാ, 35-ാം വയസ്സിൽ കാഞ്ഞുപോയ എന്നോട് എനിക്ക് വെറുതെ സങ്കടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ പറയണെന്തിനാണ്? നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഇതുപോലെയാ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഇതുപോലെയാ. കൊച്ചു കൊച്ചു സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, ഒരിക്കലും അവസാനിക്കാത്ത, നഷ്ടപ്പെട്ടു പോകാത്ത ഒറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് വേറെ ഒന്നുമല്ല, കൃപയാ. കൃപ നിറഞ്ഞവളാ പരിശുദ്ധ അമ്മ, കൃപ നിറഞ്ഞവനാ അന്തോണീസ്. അതുകൊണ്ട് 35-ാമത്തെ വയസ്സിലോ 40-ലോ 50-ലോ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ എടുത്തു നോക്കെ, അവര് ഒന്നില്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തട്ടിപ്പോയിട്ടുണ്ട്. ഒരു 100 വയസ്സൊക്കെ എത്തി ചത്തുപോയ ഏതെങ്കിലും വിശുദ്ധരെ പരിചയമുണ്ടോ? ഇല്ല, ആരുമില്ല. അതുകൊണ്ട് വിശുദ്ധരായിട്ട് ജീവിക്കാൻ പരിശ്രമിച്ചോ, എന്ത് സംഭവിക്കും? പെട്ടെന്ന് തീർന്നു പോകണം. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയാണ്, ഈ ശരീരത്തിന് ഒരാത്മാവല്ല, ഈ ആത്മാവിന് ഒരു ശരീരമാണ്. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ പോഷണത്തിന് വേണ്ടി നമ്മളിങ്ങനെ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറയാം. അവിടെയാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ വിശുദ്ധമായിട്ട് മാറുന്നത്. അതുകൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. എൻ്റെ ഈ ചായ ആരുടെയാണ്? കണ്ണാടി പോയി നോക്കണം, എന്ത് രസമാണ് എന്നെ കാണാൻ. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് നോക്കണം. മറ്റു പ്രവർത്തകങ്ങളൊന്ന് ജനിച്ച ഉടനെ അല്ല, എഴുന്നേറ്റ ഉടനെ തന്നെ കണ്ണാടിയിൽ നോക്കണം. ആദ്യത്തെ ദിവസം ചിലപ്പോൾ ആഴ്ച താഴ്ത്തു വിടും, കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടാകും. നമ്മളൊക്കെ കാണുന്നതൊന്ന് മുഖമൊക്കെ കഴുകൊന്ന് വൃത്തിയായി കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുകയുള്ളൂ. നമ്മൾ ജനിച്ച ഉടനെ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് എൻ്റെ കർത്താവേ എന്ത് രസമാണ് എന്നെ കാണാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഛായ, നമ്മുടെ സ്വഭാവം അത് കർത്താവിൻ്റെതാണ്. എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ദേഷ്യപ്പെടുക, അപ്പം തന്നെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എൻ്റെ സ്വഭാവം ഇതാണ്, എൻ്റെ സ്വഭാവം. എൻ്റെ സ്വഭാവം ശരിക്കും നിൻ്റെ സ്വഭാവമല്ല, അപ്പം നീ ദേഷ്യപ്പെടും എന്നൊന്ന് പറഞ്ഞു നോക്കിയാൽ കർത്താവ് അപ്പം തന്നെ ഒരു അടി നമ്മുടെ ഉള്ളിൽ തരും, നമ്മുടെ സ്വഭാവത്തിന് തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഭാവത്തിലും സ്വഭാവത്തിലും ബാഹ്യമായും ആന്തരികമായും ഇതേ ഭാവമാണ് എൻ്റെ ദൈവത്തിന്. എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചെടുത്തത് എന്നെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിനിടയിൽ താമസിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ താമസിക്കുന്നത് കൊണ്ടാണല്ലോ എൻ്റെ കുടുംബം കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ പറന്നു വീണതും ആദ്യമായി പരിശുദ്ധ കന്യകാമറിയം തൻ്റെ പുത്രൻ്റെ തിരുശരീര രക്തങ്ങൾ ആദ്യ ഭക്ഷണമായിട്ട് നൽകിയത്. അതുകൊണ്ട് കുർബാന എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് എൻ്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയത് അങ്ങാണ്. അതുകൊണ്ട് ആ കുർബാനയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു വിളി എൻ്റെ ഉള്ളിലുണ്ട്. പലപ്പോഴും ഈ ഒരു സ്ഥലത്തു നിന്ന് ഞാൻ തെന്നിമാറിപ്പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ കർത്താവ് പരിശോധിക്കും, ഇവളെ അല്ലെങ്കിൽ ഇവനെ വീണ്ടും ഇവിടെ നിർത്താൻ പറ്റുന്നവനാണോ.
അത് പരിശോധിക്കുന്നത് കർത്താവിൻ്റെ കടമയാണ്. അത് അങ്ങനെ പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് വീണ്ടും അവിടെ നിൽക്കാനുള്ള യോഗ്യത സ്വന്തമാക്കേണ്ടത് ഞാനും നിങ്ങളും. കർത്താവ് പരീക്ഷിച്ച് നമ്മളെ തോൽപ്പിക്കാൻ പരിശ്രമിക്കും. നമ്മളെ തോക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ ശാഠ്യത്തോടു കൂടി അവിടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി, സ്വയം തോറ്റുകൊടുക്കാൻ വേണ്ടി സന്തോഷത്തോടെ അവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കാം. അങ്ങനെ കർത്താവ് എപ്പോഴും പറയുന്നുണ്ട്, മോനെ ഞാൻ നിന്റെ മുമ്പിലൊന്നും തോറ്റു തരട്ടെ. അപ്പോൾ നമ്മൾ പറയണം, കർത്താവേ ഞാനിതാ സ്നേഹത്തോടെ നിന്റെ മുമ്പിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കാം. അങ്ങനെ പൂർണ്ണമായും കർത്താവിങ്കിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നിത്യസഹായമാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എപ്പോഴും സഹായിക്കും, അല്ലേ? അപ്പോൾ ഈ നിത്യസഹായത്തിൻ്റെ പിന്നിൽ ഞാനൊരു പേരിടാൻ ആഗ്രഹിക്കുന്നു, അത് നിത്യസാന്നിധ്യം. അതിൻ്റെ മുന്നിൽ വേറൊരു പേരിടാൻ ആഗ്രഹിക്കുന്നു, അത് നിത്യസമ്മാനം. നിത്യസാന്നിധ്യം, നിത്യസഹായം, നിത്യസമ്മാനം. രണ്ടു പേരുകൂടെ ഞാൻ വെറുതെ കൊടുക്കാം. ഇത് പുസ്തകത്തിലൊന്ന് അന്വേഷിച്ചാൽ കിട്ടത്തില്ല. പ്രിയമുള്ളവരെ, നിത്യം സഹായിക്കണം എന്ന് ഒരു ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഈ കൂടെ ഉണ്ടായിരിക്കുന്നതും സഹായിക്കുന്നതും നിത്യസമ്മാനത്തിന് വേണ്ടിയാണ്. നിത്യസമ്മാനം കർത്താവിൻ്റെ ശരീരം. അതുകൊണ്ട് നിത്യസാന്നിധ്യമായി എൻ്റെ കൂടെയുള്ള എൻ്റെ ഈശോയുടെ അമ്മ എനിക്ക് നിത്യസഹായമായി ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ആ നിത്യസഹായം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ഈശോയുടെ അടുക്കിലേക്ക് വരും. അല്ലെങ്കിൽ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ അടുക്കൽ നിൽക്കാനുള്ളവരല്ല നമ്മൾ. പരിശുദ്ധ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. ഫുൾ ടൈം എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ, എൻ്റെ അടുത്ത് നിൽക്കല്ലേ, നിന്നെ ഞാൻ കൊണ്ടു നടക്കുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടില്ല. എവിടേക്കാണ്? ആ പുത്രനിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? കുരിശിൻ്റെ ചൂട്ടിൽ നിന്നാണ് പരിശുദ്ധ അമ്മയെ കിട്ടിയത്. കുരിശിൽ ഈശോ എന്ത് ചെയ്യായിരുന്നു? വെറുതെ ഇരിക്കായിരുന്നു. കുരിശിൽ എന്തായിരുന്നു പരിപാടി? ഈശോ ബലിയർപ്പിക്കായിരുന്നു, അല്ലെ? അതേ ബലിയല്ലേ ഇവിടെ അർപ്പിക്കപ്പെടുന്നത്? ആവർത്തിക്കപ്പെടുന്നതല്ല, അത് തന്നെയാണ്. അതുകൊണ്ട് ഓരോ ബലിയിലും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ കന്യകാമറിയം. ശരിക്കും നമ്മളുടെ യോഹന്നാന് അമ്മയെ കൊടുത്തു എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറ്, അമ്മൊറ്റക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെയല്ല ശരിക്കും സംഭവിച്ചത്. അമ്മയോട് പറയാണ്, 12 ഉണ്ടായതാണ് എൻ്റെ കൂടെ, ഒരെണ്ണം തൂങ്ങിച്ചെത്തു, ഒരുത്തൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, ബാക്കി 9 എവിടെയൊന്നും ഒരു പിടിയില്ല, ഒരുത്തൻ മാത്രമേ ഉള്ളൂ, അതിനെ വട്ടം പിടിച്ചേക്കണേ അല്ലെങ്കിൽ അതും പോവും. അങ്ങനെ യോഹന്നാനെ അമ്മയ്ക്ക് കൊടുത്ത അമ്മ അവനെ വട്ടം പിടിച്ചു, ബാക്കിയുള്ള എണ്ണത്തിനെയൊക്കെ കൂടെ കൂട്ടി, എന്നിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയെന്നാണ്. അതുകൊണ്ട് ഓരോ ബലിയർപ്പണത്തിലും ഈശോ നമ്മളെ നോക്കിയിട്ട് നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ അമ്മയെ നിനക്ക് തരാം. അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടല്ല, നീ വഴി പിഴച്ചു പോകാതെ തിരിച്ചു വീണ്ടും ഈ ബലിപീഠത്തിൻ്റെ മുമ്പിലേക്ക് വരാനാണ്. പ്രിയമുള്ളവരെ, ഓരോ ദിവ്യബലിയിലും ഈശോയുടെ തിരുശരീരം നമ്മുടെ നാവിലേക്ക് സമർപ്പിക്കുമ്പോൾ, ഈശോ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ, ആ ഈശോയുടെ ശരീരം ഉൾക്കൊള്ളുന്ന എൻ്റെ ശരീരം വീണ്ടും പാപത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയെ നമുക്ക് സമ്മാനമായിട്ട് തരാം. എന്നിട്ട് ഈ അമ്മ നമ്മളിങ്ങനെ കൊണ്ടു നടക്കാം. അമ്മയ്ക്ക് 24 മണിക്കൂർ പണിയെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചിലർ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. ഭയങ്കര അവസ്ഥയാണ് പരിശുദ്ധ കന്യാമറിയത്തിൽ. ചിലരൊരു മാസം, ആണ്ടിലൊരിക്കലും വന്നവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ നേരത്ത് പരിശുദ്ധ അമ്മയുടെ ഡ്രസ്സൊക്കെ ഒന്ന് കാണണം, നിറച്ച് ചെളിയായിരിക്കും. കാരണം അത്രമാത്രം കഷ്ടപ്പെട്ട് കൊണ്ടുനടക്കാണ്. പരിശുദ്ധ അമ്മയ്ക്ക് അത്രയ്ക്കുള്ള ശക്തിയില്ല. പരിശുദ്ധ അമ്മ പറയുന്നത് 24 മണിക്കൂർ ഞാൻ നിന്നെ നോക്കിക്കോളാം. അങ്ങനെ 24 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈശോയുടെ അടുക്കിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ കൊണ്ടുവരും. അപ്പോൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ബലി സമയത്തിൻ്റെ വിശ്രമം അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റും. ബലി അർപ്പിക്കപ്പെടുമ്പോൾ ശരിക്കും അമ്മ എന്ത് ചെയ്യണം? വിശ്രമിക്കാം. കാരണം ഇപ്പോൾ ഈ ദൈവാലയത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. അത്രയും നേരം അമ്മ ഇങ്ങനെ നമ്മളെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നോക്കും. നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. 24 മണിക്കൂറും നമ്മളിങ്ങനെ, അത് സ്വന്തം അമ്മയാണെങ്കിൽ ശരി, കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആവശ്യതയാകും, ദേഷ്യം വരില്ല.
ആ 24 മണിക്കൂർ 48 നോക്കി ദേഷ്യം വരും. പ്രിയമുള്ളവരെ, ഇത് അമ്മയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെന്നാ പറയാം. അമ്മ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തിരിച്ചു പെട്ടെന്ന് വരണം. പുത്രന്റെ അടുക്കിലേക്ക് പെട്ടെന്ന് ബലിയർപ്പണത്തിന്റെ സമയത്ത് വരുമ്പോൾ അമ്മ നമ്മളെ ഇങ്ങനെ പള്ളിയിൽ കൊണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ കാണുന്നു സ്വസ്ഥമായിട്ട് അവളുടെ നീല അങ്കി ഒന്ന് പിഴിഞ്ഞ്, കാരണം നല്ല വേർപ്പായിരിക്കും, നമ്മളിങ്ങനെ കൊണ്ടുനടക്കാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കൊണ്ടു നടന്ന് വീണ്ടും പള്ളിയിലാക്കി കഴിയുമ്പോൾ വേർപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് സ്വസ്ഥമായിട്ടൊന്ന് കുടഞ്ഞ് അവിടെ വിരിച്ച് അമ്മ അവിടെ ശാന്തമായിട്ട് കിടക്കാം. ഓരോ ബലിയർപ്പണത്തിലും അമ്മ എടുക്കുന്നത് വിശ്രമമാണ്. എന്തിനു വേണ്ടിയാ? ഈ ബലി കഴിയുമ്പോൾ എനിക്ക് ഇവനെ വീണ്ടും എടുക്കണം, അടുത്ത ബലി വരെ വീണ്ടും ഇവനെ സംവഹിക്കണം, എൻ്റെ പൊന്നോമന പുത്രന്റെ അടുക്കിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ഒരു ബലി സമയത്തിന്റെ വിശ്രമം എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അതോടൊപ്പം തന്നെ വേറൊന്നുകൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒരു ബലി സമയത്തിന്റെ വിശ്രമം അമ്മയ്ക്കും ആ ബലിക്കിടയിലെ യഥാർത്ഥ സമർപ്പണം പുത്രനും കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പ്രിയമുള്ളവരെ, കാഴ്ച സമർപ്പണത്തിന് നമ്മൾ നിൽക്കില്ലേ? ഇന്നിപ്പോൾ കാഴ്ച സമർപ്പണം നടത്തി, കുറച്ച് പേര് നടത്തിയോ? പ്രിയമുള്ളവരെ, നമ്മളതിങ്ങനെ നോക്കി നിൽക്കും. അത് ഒരു പ്രതിനിധികൾ നടത്തുന്ന കാഴ്ച സമർപ്പണം. ശരിക്കും കാഴ്ച സമർപ്പണം എന്ന് പറയുന്നത് ആ കാഴ്ച സമർപ്പണത്തിന്റെ സമയത്ത് കർത്താവെ, ഞാൻ എൻ്റെ കുറവുകളോടുകൂടെ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കാം, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ജെറോം, വിശുദ്ധ ജെറോമിന് വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ പോയപ്പോൾ ഒരു ദർശനമുണ്ടായി. ദർശനം ഉണ്ടായത് വേറെ ഒന്നുമല്ല, ബത്ലഹേമിലാണ് ഇവൻ പോയത്. അപ്പോൾ പരിശുദ്ധ ഈശോയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഈശോയുടെ ബർത്ത്ഡേയുടെ പേരെന്താ? ക്രിസ്മസ്. അതെ, ക്രിസ്മസിന് വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ പോയ ജെറോമിനൊരു ദർശനമുണ്ട്. ദർശനത്തിൽ ഉണ്ണീശോ വന്നിട്ട് പറഞ്ഞു, ജെറോമേ, നീ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നതല്ലേ, സമ്മാനം എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സമ്മാനം ചോദിച്ചപ്പോൾ ജെറോം ഇങ്ങനെ കുറച്ച് പേര് ആലോചിച്ചിട്ട് പറഞ്ഞു, ഈശോയെ, എൻ്റെ ശരീരത്തിൽ ഏറ്റവും നല്ല അവയവമെന്ന് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഹൃദയം, അത് ഞാൻ നിനക്ക് തരാം. അപ്പോൾ ഉണ്ണീശോ പറഞ്ഞു, അത് നിൻ്റെ ആണെന്ന് നിന്നോട് ആര് പറഞ്ഞു? അത് എൻ്റെ ആടാ, അത് ഞാനാ നിനക്ക് തന്നത്, എനിക്ക് നിൻ്റെ എന്തെങ്കിലും വേണമെന്ന്. അവൻ കുറച്ച് നേരം കൂടി ആലോചിച്ചു. കുറച്ച് നേരം കൂടി ആലോചിച്ചിട്ട് അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ 44 വയസ്സായി ഈശോയെ, ഈ 44 വർഷത്തിനിടയിൽ ഞാൻ ചെയ്തിട്ടുള്ള നന്മകളുണ്ടല്ലോ, അതൊക്കെ ഞാനിങ്ങനെ പൊതിഞ്ഞൊരു സമ്മാനമായിട്ട് തരാം. എൻ്റെ പൊന്നു ജെറോമേ, അത് നിൻ്റെ അല്ലടാ, അത് എൻ്റെയാ, അത് ഞാൻ നിനക്ക് തന്നതാ, എനിക്ക് നിൻ്റെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും തരാൻ പറ്റുമോ? എൻ്റെ ബർത്ത്ഡേക്ക് നീ വെറുതെ ഇങ്ങനെ കൈ വീശി വരണം, വളരെ മോശമല്ല. അപ്പോൾ വളരെ സങ്കടത്തിലായി. കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഈശോ തന്നെ മറുപടി പറഞ്ഞു, ജെറോമേ, നിനക്കുള്ളതും എന്നാൽ എനിക്കില്ലാത്തതുമായ ഒരൊറ്റ കാര്യവും ഇല്ല. നമ്മൾ ബർത്ത്ഡേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരാൾക്കുള്ളത് നമ്മൾ കൊടുക്കൂല അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു സൈക്കിൾ മേടിച്ച് കൊടുക്കാൻ തീരുമാനിച്ചേക്കും. അവന് സൈക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ സൈക്കിൾ കൊടുക്കത്തില്ല. അവനില്ലാത്തത് എന്താണെന്ന് നോക്കും. ഈശോയ്ക്ക് ഇല്ലാത്തതും നമുക്കുള്ളതുമായിട്ടുള്ള എന്താ? പാപം ഇഷ്ടംപോലെ ഉണ്ടാവും. വെറൈറ്റി ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ് നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് ഈശോ അതാണ് ആഗ്രഹിക്കുന്നത്. ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. അതുകൊണ്ട് ഓരോ ബലിയർപ്പണത്തിനും നമ്മൾ ദൈവാലയത്തിൽ വരുമ്പോൾ ആ ബലിയർപ്പണ സമയത്ത് നമ്മളുടെ പരിശുദ്ധ കന്യകാമറിയം വിശ്രമിക്കുക. അപ്പോൾ ഒരു ബലി സമയത്തിന്റെ വിശ്രമം അമ്മയ്ക്കും, അതേ ബലിയർപ്പണത്തിലെ കാഴ്ച സമർപ്പണത്തിൽ നമ്മളുടെ എല്ലാ പാപങ്ങളും പാപമാലിന്യങ്ങളും ഈശോയ്ക്കും സമർപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ്. അതുകൊണ്ട് കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് നമ്മളുടെ സ്വസ്ഥമായി വിശ്രമിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം പതുക്കൊന്ന് എഴുന്നേറ്റിട്ട് നമ്മളെ നോക്കും. ഇവൻ പാപങ്ങളും പാപകാരണങ്ങളും ഒക്കെ എൻ്റെ മകന് കൊടുക്കണുണ്ടാ, അല്ലെങ്കിൽ പിന്നെയും കൊണ്ടുപോകാൻ നേരത്ത് അതേ ഭാരം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈശോയുടെ അമ്മ ഇടയ്ക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈശോയുടെ അമ്മയ്ക്ക് സന്തോഷം കൊടുക്കാവുന്ന രീതിയിൽ നമ്മളുടെ പാപക്കടങ്ങളും പാപക്കറകളും ഒക്കെ ഈശോയ്ക്ക് കാഴ്ച സമർപ്പണത്തിന് കൊടുക്കുകയാണെങ്കിൽ ഈശോ അതെടുത്ത് തൻ്റെ സ്നേഹാഗ്നിയിൽ ജ്വലിപ്പിച്ച് ഇല്ലാതാക്കി പകരം നമുക്ക് എന്ത് തരും? അനുഗ്രഹം തരും. അപ്പോൾ നമ്മുടെ കനമൊക്കെ പോയി. പിന്നെ ഈശോയുടെ അമ്മയ്ക്ക് നമ്മുടെ എടുത്തുകൊണ്ട് പോകാൻ വളരെ എളുപ്പം. അങ്ങനെയുള്ള ഒരു ബലി സമയത്തിൻ്റെ വിശ്രമം അമ്മയ്ക്കും അതേ ബലിക്കിടയിലെ സമർപ്പണം മകനും കൊടുക്കാൻ പറ്റിയ നമ്മൾ വീണ്ടും തിരിച്ച് എവിടേക്ക് വരും? ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിലേക്ക് വരും. അതിന് ഈശോയെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും.